ഇറാനെതിരെ ഇസ്രയേലിന്റെ കടുത്ത ഭീഷണി. പരമോന്നത നേതാവായി ഇറാൻ ആരെ നിയമിച്ചാലും ആ നേതാവിനെയും തീർത്തു കളയുമെന്ന് മുന്നറിയിപ്പ്. പുതിയ പരമോന്നത നേതാവായി മൊജ്തബ ഹുസൈനി ഖമനേയെ തിരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുടെ ഭീഷണി. 5-ാം ദിവസവും ഇസ്രയേൽ ഇറാൻ സംഘർഷം കലുഷിതമായി തുടരുന്നു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകൾ, അതും 40-ലധികം. ഇത് വെറുമൊരു തിരിച്ചടിയല്ല, മറിച്ച് അവരുടെ അധികാരത്തിന്മേൽ കൈവച്ചാൽ പശ്ചിമേഷ്യയുടെ ഭൂപടത്തിൽ നിന്ന് ശത്രുക്കളെ തുടച്ചു നീക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനവും മുന്നറിയിപ്പും. ആയത്തുള്ള അലി ഖമേനി എന്ന കരുത്തുറ്റ നേതൃത്വത്തിന്റെ വിയോഗം ഇറാനെ തളർത്തുമെന്ന് കരുതി. പക്ഷേ അങ്ങനെ കരുതിയ ശത്രുക്കൾക്ക് മുന്നിൽ മിസൈൽ മഴ കൊണ്ടാണ് ഇറാൻ മറുപടി നൽകിയത്. മാത്രമല്ല, ഇതിന്റെ ബാക്കിയെന്നോണം ഗൾഫ് രാജ്യങ്ങളിലുടനീളം ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ഖത്തറിലെ US വ്യോമതാവളത്തിന് നേരെയും വീണ്ടും മിസൈൽ ആക്രമണം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ. 2 മിസൈലുകളാണ് US താവളം ലക്ഷ്യമിട്ടതെന്നും റിപ്പോർട്ടുകൾ വരുന്നു. കൂടാതെ ഇസ്രയേൽ US ആക്രമണത്തിൽ ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. നിലവിൽ 1000-നടുത്തായി മരണസംഖ്യ. ഇസ്രയേലിൽ 18 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. കുവൈറ്റിൽ ഒരു ഇറാനിയൻ പെൺകുട്ടി മരിച്ചുവെന്ന വാർത്തയും പുറത്തുവന്നു. കൂടാതെ ഇറാനിൽ ആക്രമണം തുടരുകയാണെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേനയും വ്യക്തമാക്കുന്നത്. അതിർത്തികൾ കടന്നുള്ള ഈ യുദ്ധം സാധാരണക്കാരുടെ ജീവനും ഭീഷണിയാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾക്കൊപ്പം നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വ്യോമാക്രമണങ്ങളും ശക്തമാകുകയാണ്. വരും ദിവസങ്ങളിൽ സംഘർഷം ലഘൂകരിക്കാനുള്ള അന്താരാഷ്ട്ര ഇടപെടലുകൾ ഉണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇതിനിടെയാണ് ഇറാനെതിരെ ഇസ്രയേലിന്റെ കടുത്ത ഭീഷണി മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. പരമോന്നത നേതാവായി ഇറാൻ ആരെ നിയമിച്ചാലും ആ നേതാവിനെയും തീർത്തുകളയുമെന്ന ഇസ്രയേലിന്റെ ഭീഷണി. ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുത്തതിനു പിന്നാലെയാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത്, ഇസ്രയേലിനെ നശിപ്പിക്കാനും ലോക സമാധാനത്തിന് ഭീഷണിയാകാനും ശ്രമിക്കുന്ന ഇറാനിയൻ നേതാക്കൾ എവിടെ ഒളിച്ചാലും അവരെ ഉന്മൂലനം ചെയ്യുമെന്ന ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് മുന്നറിയിപ്പ് നൽകുന്നത്. പേരോ ഒളിച്ചിരിക്കുന്ന സ്ഥലമോ ഇസ്രയേലിന്റെ ലക്ഷ്യത്തിന് തടസ്സമാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ മുന്നറിയിപ്പ് കടുത്ത പ്രഹരമേൽപ്പിക്കുമെന്ന് തന്നെയാണ് ആശങ്കയുയരുന്നത്. എന്തായാലും യുദ്ധാന്തരീക്ഷം നിലനിൽക്കുകയാണ്. ഇനി സമാധാനം എത്ര നാൾ അകലെ എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.